പശ്ചിമഘട്ട സമിതികളിൽ നിന്ന് കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കെ. കസ്തൂരിരംഗൻ കമ്മിറ്റി. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013-ലാണ്. കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം 123 ആണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി. ഉമ്മൻ കമ്മിറ്റി. അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് ഉമ്മൻചാണ്ടിയും കൂടിയായിരുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്. കസ്തൂരിരംഗൻ കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത് HLWG, അതായത് ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ്. 58.44% ഭൂമിയെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നും 41.56% ഭൂമിയെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നും വേർതിരിച്ചു. കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നും നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്നും തിരിച്ച കമ്മിറ്റിയാണ് ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി. പ്രധാന ശുപാർശകൾ: കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പശ്ചിമഘട്ടത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം, അതായത് PSA 37% വേണമെന്നായിരുന്നു. ഖനനം, ക്വാറികൾ, മണൽ ഖനനം തുടങ്ങിയവ പൂർണ്ണമായി നിരോധിച്ചു. പരിസ്ഥിതി അനുമതി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ ശുപാർശ ചെയ്തു. തെർമൽ പവർ പ്ലാന്റുകൾ പശ്ചിമഘട്ടത്തിൽ അനുവദിക്കാതിരിക്കുക. ജലവൈദ്യുത പദ്ധതികൾ പശ്ചിമഘട്ടത്തിൽ സമഗ്ര പഠനത്തിന് ശേഷം മാത്രം അനുവദിക്കുക. ജനവാസ മേഖലകളെയും കാർഷിക ഇടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ഒഴിവാക്കിയ കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗ്രാമങ്ങൾ 123 എണ്ണമാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം എക്കോ സെൻസിറ്റീവ് സോൺ 1-നും എക്കോ സെൻസിറ്റീവ് സോൺ 2-നും കീഴിൽ വരുന്ന പഞ്ചായത്തുകൾ 120 എണ്ണമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉമ്മൻ വി. ഉമ്മൻ കമ്മിറ്റി നോക്കാം.